ഒരു സിനിമയാവുന്ന സമയത്ത് അതിലൊരു വില്ലൻ ക്യാരക്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഹീറോ ക്യാരക്ടർ ഉണ്ടാവും. SEOയിലും ഇതുപോലെ ഒരു വില്ലൻ ക്യാരക്ടറും ഹീറോ ക്യാരക്ടറും ഉണ്ട്. SEOയിലെ വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ് SEO ആൻഡ് ഹീറോ ക്യാരക്ടർ എന്ന് പറയുന്ന പേരാണ് വൈറ്റ് ഹാറ്റ് SEO. ഹായ്, ഞാൻ സച്ചിൻ, നിങ്ങളുടെ SEO ട്രെയിനറാണ്. SEOയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കായ ബ്ലാക്ക് ഹാറ്റ് SEOനെയും വൈറ്റ് ഹാറ്റ് SEOനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലാക്ക് ഹാറ്റ് SEO ഒരു സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ പല സെർച്ച് ടേംസിലും കീവേഡ്സിലും നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം ഒരു ടൈം എടുക്കും. കീവേഡിൻ്റെ ഡിഫിക്കൽട്ടി അനുസരിച്ചിട്ട് അതൊരു 3 to 4 months ആവാം, അല്ലെങ്കിൽ 4 to 6 months ആവാം, 6 to 8 months വരെ ആവാം. പക്ഷേ മറ്റു ചിലർ ഈ റാങ്കിങ് പ്രോസസ്സ് പെട്ടെന്ന് നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ കീവേഡ്സും പെട്ടെന്ന് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില അൺഎത്തിക്കൽ ആയിട്ടുള്ള SEO മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ഫസ്റ്റ് പൊസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പേജിൽ എത്തിക്കാൻ നോക്കും. പക്ഷേ വൺസ് ഇതൊരു ഫസ്റ്റ് പേജിൽ എത്തിക്കഴിഞ്ഞാലും സെർച്ച് എൻജിൻസിൻ്റെ ബോട്ട്സ് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ അതേപോലെ തന്നെ ആ കീവേഡ്സിൽ റാങ്ക് ചെയ്യുന്ന വെബ്സൈറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് നോട്ട് ഫൗണ്ടിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ റാങ്കിങ് ഡിക്രീസ് ചെയ്യും. ഈ ഒരു മെത്തേഡിന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു SEO ടെക്നിക്കിന് പറയുന്ന പേരാണ് ബ്ലാക്ക് ഹാറ്റ് SEO. സോ റെഗുലർലി കണ്ടുവരുന്ന ചില ബ്ലാക്ക് ഹാറ്റ് SEO ടെക്നിക്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് SEO ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ അതിൽ ഒന്നാമത്തെ ബ്ലാക്ക് ഹാറ്റ് ടെക്നിക്കാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് SEO ടെക്നിക്കാണ് കീവേഡ് സ്റ്റഫിംഗ്. നമുക്കറിയാം, നമ്മുടെ വെബ്സൈറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിനെ ഒരു കീവേഡിൽ റാങ്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ പേജിൻ്റെ അകത്ത് നമ്മുടെ കീവേഡ്സ് വേണം. കീവേഡ്സ് ആഡ് ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ആ വെബ് പേജ് റാങ്ക് ആവുക. സോ അതിനൊരു ഡെൻസിറ്റി ഉണ്ട്, അതായത് 2.5 to 3 ഡെൻസിറ്റിയിൽ മാത്രമേ ആ സ്പെസിഫിക് പേജിൽ നമ്മുടെ കീവേഡ്സ് പാടുള്ളൂ. ആ ഒരു ഡെൻസിറ്റീൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അത് കീവേഡ് സ്റ്റഫിംഗ് ആയിട്ട് മാറും. രണ്ടാമത്തെ ബ്ലാക്ക് ഹാറ്റ് SEO മെത്തേഡാണ് ലിങ്ക് ഫാമിംഗ്. അപ്പോൾ നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ലിങ്ക് പോപ്പുലാരിറ്റി കൂട്ടുക, ആ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിപ്പിക്കുക എന്നായിരിക്കും. സോ അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിനെ റാങ്ക് ചെയ്യിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം, അതിനു വേണ്ടി മാത്രം ഒരു ഗ്രൂപ്പ് ഓഫ് വെബ്സൈറ്റ് വാങ്ങുക, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതായത് ട്രാഫിക് കൂടുതലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് പോകുന്ന രീതിയിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് വെക്കും. ആ സമയത്ത് അവിടുന്ന് വരുന്ന ട്രാഫിക് നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. സോ ഇങ്ങനെ ചെയ്യുന്നത് ആക്ച്വലി ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള മെത്തേഡാണ്. സോ ഈ ഗ്രൂപ്പ് ഓഫ് വെബ്സൈറ്റ്, വേറൊരു വെബ്സൈറ്റിന്റെ ലിങ്ക് പോപ്പുലാരിറ്റി കൂട്ടാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിങ്ക് ഫാമിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ബ്ലാക്ക് ഹാറ്റ് SEO മെത്തേഡാണ് കോണ്ടന്റ് ക്ലോക്കിംഗ്. ഈ കോണ്ടന്റ് ക്ലോക്കിന്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, യൂസേഴ്സിന് കോണ്ടന്റ് ഒരു രീതിയിലും സെർച്ച് എഞ്ചിൻ ബോട്ട്സിന് മറ്റൊരു രീതിയിലും കോണ്ടന്റ് കാണിക്കുന്നതിനാണ് നമ്മൾ കോണ്ടന്റ് ക്ലോക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫോണ്ടിന്റെ കളർ, വെബ്സൈറ്റിൽ കോണ്ടന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫോണ്ടിന്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും സെയിം ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, യൂസേഴ്സ് കയറി നോക്കുന്ന സമയത്ത് ആ കോണ്ടന്റ് കാണിക്കില്ല. പക്ഷേ ക്രോളേഴ്സ് അല്ലെങ്കിൽ സെർച്ച് എഞ്ചിന് ആ ഒരു ഫോണ്ട് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ടേം അവിടെ ഉള്ളത് കാണിക്കും. സോ ഇങ്ങനെ നമ്മൾ കോണ്ടന്റ് വെബ്സൈറ്റിൽ കോണ്ടന്റ് യൂസേഴ്സിനെ ഹൈഡ് ചെയ്തിട്ട് കോണ്ടന്റ് ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടന്റ് ക്ലോക്കിംഗ് എന്ന് പറയുന്നത്. സോ another one ആണ് പബ്ലിഷിംഗ് ബാഡ് കണ്ടന്റ് ഇൻ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് കോണ്ടന്റ് ആഡ് ചെയ്യണമെന്ന ലക്ഷ്യത്തിൽ എന്തെങ്കിലും കോണ്ടന്റ് വലിച്ചു വാരിയിട്ട്, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കിൽ ഒരു ബന്ധമില്ലാത്ത കോണ്ടന്റ് ഒക്കെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ഹാറ്റ് SEO ടെക്നിക്കാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് SEO ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ഹീറോ ക്യാരക്ടർ, നമ്മുടെ വൈറ്റ് ഹാറ്റ് SEO. സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെയാണ് ബ്ലാക്ക് ഹാറ്റ് SEO. അൺഎത്തിക്കലാണ് ബ്ലാക്ക് ഹാറ്റ് SEO എങ്കിൽ എത്തിക്കലായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കീവേഡ്സിലും നമ്മുടെ വെബ്സൈറ്റിന് അല്ലെങ്കിൽ വെബ് പേജിനെ റാങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിക്കലായിട്ട്, യൂഷ്വലി റെലവൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്, വൈറ്റ് ഹാറ്റ് SEO എന്ന് പറയുന്നത്. സോ കുറച്ച് വൈറ്റ് ഹാറ്റ് SEO മെത്തേഡ്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എത്തിക്കലായ രീതിയിൽ SEO ചെയ്യാന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കീവേഡ്സിൻ്റെ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീവേഡ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഹൈ സെർച്ച് വോളിയവും ലോ കോമ്പറ്റീഷനുള്ള കീവേഡ്സ് ആയിരിക്കണം സെർച്ച് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ, അല്ലേ? സോ അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ്, പിന്നെ വേറെ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം,
നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കീവേഡ്സ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ സെർച്ച് വോളിയം കൂടുതലുള്ള അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കുറവുള്ള കീവേഡ്സ് സെലക്ട് ചെയ്ത് നമ്മൾ SEO സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ SEO ചെയ്യുന്നത് ഒരു എത്തിക്കൽ ആയിട്ടുള്ള SEO മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള SEO മെത്തേഡാണ്. രണ്ടാമത്തേതാണ് ക്വാളിറ്റി കണ്ടന്റ്. എല്ലാവർക്കും അറിയാം, കണ്ടന്റ് ഈസ് ദ കിങ്. നമ്മൾ SEO ചെയ്യുന്ന സമയത്തും കോണ്ടന്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക. സോ ഫ്രഷ് ആയിട്ടുള്ള പുതിയ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നമ്മുടെ റാങ്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു എത്തിക്കൽ മെത്തേഡാണ്. വേറൊരു മെത്തേഡാണ് അല്ലെങ്കിൽ വേറൊരു വൈറ്റ് ഹാറ്റ് SEO മെത്തേഡാണ് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്യുക. അതായത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ട്രാഫിക് കൂടിയ ഒരു വെബ്സൈറ്റിലെ ആഡ് ചെയ്ത് വെക്കുക. സോ ആ സമയത്ത് ആ വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക്, അതായത് അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഉള്ള ഒരു വെബ്സൈറ്റിലെ തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം ആ ട്രാഫിക് കൂടിയ വെബ്സൈറ്റിലേക്ക് വരുന്ന ട്രാഫിക് എന്ത് ചെയ്യും, നമ്മുടെ വെബ്സൈറ്റിലേക്കും വരും. സോ ഇതൊരു വൈറ്റ് ഹാറ്റ് SEO മെത്തേഡാണ്. നമ്മുടെ SEOയിലെ വില്ലനെയും അതുപോലെ തന്നെ ഹീറോനെയും പറ്റി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. സോ ഇനിയും നമുക്ക് വീഡിയോസ് വരാനുണ്ട്, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള SEO ടെക്നിക്സിനെ പറ്റിയുള്ള വീഡിയോസ് വരാനുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോർ മോർ കണ്ടന്റ്, സബ്സ്ക്രൈബ് ടു CDA.